ഇന്നിപ്പോൾ സൺഡേ ആയിരുന്നില്ലേ, എല്ലാവരുടെ വീട്ടിലും സൺഡേ ഇച്ചിരി സ്പെഷ്യൽ ഫുഡൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഇതൊക്കെ കണ്ടിട്ട് നോമ്പെടുക്കുന്നില്ലേ എന്ന് മാത്രം ചോദിക്കരുത്. ഒന്നാമത് എനിക്ക് നോമ്പെടുക്കാൻ അത്ര താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ്. രണ്ടാമതായിട്ട് ആബേൻ്റെ പിറന്നാൾ ആ നോമ്പ് തുടങ്ങിയ ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് നോമ്പെടുക്കാനുള്ള ആ ഫ്ലോ അങ്ങ് പോയി കിട്ടി. എനിക്ക് പൊതുവേ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുതിയ ഓരോരോ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പോലെ തന്നെ എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും കുക്കിംഗ് പഠിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ റെഗുലറായിട്ട് കുക്ക് ചെയ്യുന്നത്. അമ്മ ഉണ്ടാക്കുന്ന നോൺ വെജും മോര് കാച്ചിയതും അച്ചാറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു. ഒരുപാട് വിരുന്നുകാർ വരുന്ന വീടൊന്നും ആയിരുന്നില്ല ഞങ്ങളുടേത്. പക്ഷേ എങ്കിൽ ഒരു വിരുന്നുകാർക്കുള്ള ആൾക്കാർ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 മക്കളും ഉണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. ഇനിയിപ്പോൾ 10 ആൾ വന്നാൽ തന്നെ പുള്ളി അതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. കണ്ടാൽ ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുമെങ്കിലും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആവുമായിരുന്നു. ഉള്ള ഫുഡ് വരുന്നവർക്ക് ആർക്കായാലും വയറ് നിറച്ച് കൊടുത്തു വിടാൻ പുള്ളിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. പരിഭവങ്ങളൊന്നും പറയാതെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കങ്ങ് ചെയ്യാൻ കൂടെ ചെയ്യുമായിരുന്നു. എന്തായാലും ആ ഒരു ക്ഷമയൊന്നും എനിക്കെന്തായാലും ഇല്ല. എൻ്റെ അമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യവും അത് തന്നെയായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഇതിപ്പോൾ ഇവിടുന്ന് തുടങ്ങും. തൽക്കാലത്തേക്ക് ആ മീൻ വറുത്തതിന് എടുത്ത് അപ്പുറത്തെങ്ങാനും വയ്ക്കാം, എന്നിട്ട് ഇവിടുന്ന് കഴിച്ചു തുടങ്ങാം. അപ്പോൾ കഴിച്ചിട്ട് വരാവേ.